കേരളത്തിൽ ഇന്ന് രാവിലെ സ്വർണ്ണവില കുറഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് വീണ്ടും ഇടിവ്. ഗ്രാമിന് 225 രൂപയും പവന് 1800 രൂപയുമാണ് കുറഞ്ഞത്. ആഗോള വിപണിയിലെ സാഹചര്യം സ്വർണ്ണവില തുടർച്ചയായി കുറയാൻ സാധ്യതയുണ്ടെന്ന് സൂചന നൽകുന്നു. കേരളത്തിൽ സ്വർണ്ണവില വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. രാവിലെ വില താഴ്ന്നതിന് പിന്നാലെയാണ് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കുറഞ്ഞത്. ആഭരണം ഉൾപ്പെടെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് നല്ല ദിവസമാണെന്ന് പറയാം. ആഭരണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ജ്വല്ലറികളിൽ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്തിടുന്നതാകും ഏറ്റവും ഉചിതം. കുറഞ്ഞ നിരക്കിൽ സ്വർണ്ണാഭരണം ലഭിക്കാൻ അഡ്വാൻസ് ബുക്കിംഗ് സഹായിക്കും. ഇന്ന് കേരളത്തിൽ രാവിലെ സ്വർണ്ണവില കുറഞ്ഞിരുന്നു. ഗ്രാമിന് 140 രൂപയും പവന് 1120 രൂപയുമാണ് രാവിലെ കുറഞ്ഞത്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ഗ്രാമിന് 225 രൂപയും പവന് 1800 രൂപയും കുറഞ്ഞിട്ടുണ്ട്. ഇതോടെ 22 ക്യാരറ്റ് 1 ഗ്രാം സ്വർണത്തിന് 13,655 രൂപയാണ് വില. ഒരു പവന് 1,09,240 രൂപയുമായി. ആഗോള വിപണിയിലെ സാഹചര്യം സ്വർണ്ണവില തുടർച്ചയായി കുറയാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന നൽകുന്നത്. അഡ്വാൻസ് ബുക്കിംഗിന് അടുത്തിടെ ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. 30 ദിവസത്തേക്ക് മാത്രമാണ് ഇപ്പോൾ ബുക്കിംഗ് സ്വീകരിക്കുന്നത്. അടിക്കടി വില മാറുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു മാറ്റം. ആവശ്യമുള്ള സ്വർണത്തിന്റെ 30% തുക നൽകുകയും ചെയ്യണം. അതേസമയം ഹോൾമാർക്കിംഗിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരും തീരുമാനിച്ചിട്ടുണ്ട്. ഇറാനെതിരായ ആക്രമണം അമേരിക്ക ശക്തമാക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതോടെ സ്വർണ്ണവില ഇടിയുകയാണിപ്പോൾ. ക്രൂഡ് ഓയിൽ വില കുതിക്കുകയും ചെയ്തിട്ടുണ്ട്. യുദ്ധം തുടർന്നാൽ എണ്ണ കിട്ടാതാകുമെന്ന ആശങ്കയും കൂടുതലാണ്. ഇതോടെ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനും ഡോളർ ശേഖരിക്കുന്നതിനുമാണ് മിക്ക രാജ്യങ്ങളുടെയും ശ്രദ്ധ. ഇത് തന്നെയാണ് സ്വർണ്ണവില കുറയാനും കാരണം. വരും ദിവസങ്ങളിലും ഇതേ സാഹചര്യമാണെങ്കിൽ സ്വർണ്ണവില വീണ്ടും കുറയാനുള്ള സാധ്യത തന്നെയാണ് മുന്നിലുള്ളത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.